ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടെക് പിടികളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു മൂന്ന് വീഡിയോസായിട്ട് മീഷോയുടെ റീസെല്ലിങ്ങിനെ പറ്റിയാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ഇതുപോലെ നല്ല നല്ല ടിപ്സും ട്രിക്സും അല്ലെങ്കിൽ പ്രയോജനമുള്ള വീഡിയോസുമായിട്ടാണ് നമ്മൾ എപ്പോഴും എത്തുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്, നിങ്ങളോട് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യുക, എങ്ങനെ ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ കുറേയൊക്കെ ആയി ഒരു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്, നിങ്ങളൊരു ഒരു ക്ലോത്തിങ് നീഷാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കിച്ചൺ യൂട്ടൻസിൽ നീഷാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാഷൻ നീഷാണ് എടുത്തിരിക്കുന്നത്. നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിലെ പ്രോഡക്ട്സ് മാത്രമാണ് നിങ്ങൾ റീസെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ടോപ്പിക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ എങ്ങനെ അതിലൊരു ബെറ്റർ പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ റാൻഡമായിട്ട് പ്രോഡക്റ്റ്സ് ആണ് റീസെല് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ അതിൽ നിങ്ങൾക്ക് ഒരു നല്ല പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് സെലക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ മീഷോയിൽ നിങ്ങളിപ്പോൾ ഒരു ഇപ്പോൾ ലേഡീസ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ട് ആൾക്കാർ ഇതുപോലെ ഓൺലൈനിലൊക്കെ മേടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഒരു വാച്ചും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കുറച്ചും കൂടെ കുറവാണ് അപ്പോൾ ഈ വാച്ചസിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഓഫ് കോഴ്സ് നിങ്ങൾ മാർജിനും കൂടെ ഇട്ടിട്ട് വരുമ്പോഴത്തേനും ഒരുപാട് റേറ്റ് ആവും. അപ്പം ക്ലോത്തിങ് മെറ്റീരിയൽസിനാണ് ഇതിനകത്തിൽ പൊതുവേ റേറ്റ് കുറവുള്ളത്. അപ്പോൾ ക്ലോത്തിങ് മെറ്റീരിയൽസ് ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് റീസെൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിൽ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇതിനകത്തിൽ ഞാനൊരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കുർത്തീസ് ആണ് ഇപ്പോൾ നിങ്ങൾ റീസെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെറൈറ്റി ടൈപ്സ് ഉള്ള കുർത്തീസ് ഈ ഒരു മീഷോ ആപ്ലിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കുർത്തി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണ്, നിങ്ങൾ ഒരുപാട് കളക്ഷൻസ് കുർത്തീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോർട്ട്, ഫിൽറ്റർ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാറ്റഗറി വിടുക, പ്രൈസ്. നിങ്ങൾക്ക് ഏത് പ്രൈസിലുള്ള കാറ്റഗറിയിലുള്ള കുർത്തീസ് ആയിരിക്കണം നിങ്ങൾ വേണ്ടത്. നിങ്ങൾ 400 രൂപയിൽ താഴെയുള്ള കുർത്തീസ് ഉണ്ട്, 400-നും 500-നും ഇടയ്ക്കുള്ള കുർത്തീസ്. അപ്പോൾ നമ്മൾ ആ രണ്ട് കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ റേറ്റിംഗ്, നിങ്ങൾ ഇതിനകത്തിൽ മെയിൻ കാര്യം നോക്കേണ്ടത് റേറ്റിംഗ് ആണ്. റേറ്റിംഗ് 4-ന് മുകളിലുള്ള റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റ്സ് മാത്രമേ നിങ്ങൾ റീസെല് ചെയ്യാൻ ഉപയോഗിക്കുകയുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കസ്റ്റമർ നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. ആ പ്രോഡക്റ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. ഒന്നുകിൽ നിങ്ങൾ വരുത്തി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ആ പ്രോഡക്റ്റ് റീസെൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു പ്രോഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് ഒന്നും അറിയില്ല. ഏതൊരു സെല്ലർ, മീഷോയിലുള്ള ഒരു സെല്ലറാണ് ആ പ്രോഡക്റ്റ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും 4 എബോവ് റേറ്റിംഗ് ഉള്ള, 4-ൽ കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റ്സ് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ 4-ൽ കൂടുതൽ റേറ്റിംഗ് ഉള്ളത് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് ഒന്നുകിൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം, വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം റേറ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ഈ 4 and above കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഇടുക. പിന്നെ സൈസ്, ഏത് സൈസിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ നോക്കുന്നത്. കളറ്, ഫാബ്രിക് എന്ന് ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്തിൽ ഒരുപാട് ഫാബ്രിക്കിൻ്റെ മെറ്റീരിയൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഫാബ്രിക് ഉള്ള തുണി ടൈപ്പ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം അപ്ലൈ ഫിൽറ്റർ എന്ന് കൊടുക്കുക. അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിയുമ്പോഴത്തേന് ആ റേഞ്ചിൽ താഴെ, നിങ്ങൾ കൊടുത്ത വിലയിലെ റേഞ്ചിന് താഴെ 4 പോയിന്റ് റേറ്റിംഗ് ഉള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രോഡക്ട്സിന്റെ താഴെയായിട്ട് അതിന്റെ റേറ്റിംഗ് 4.6 റേറ്റിംഗ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് 4.6 റേറ്റിംഗ് ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രോഡക്റ്റ് നമുക്ക് റീസെല് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോഡക്റ്റ് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ആ പ്രോഡക്റ്റ്സ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ്സ് എത്ര പേര് വാങ്ങി, എത്ര പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 12 പേര് 5 സ്റ്റാർ റേറ്റിംഗ്, 4 പേര് 4, അങ്ങനെയൊക്കെ വെരി ഗുഡ് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 17 പേര് റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 റിവ്യൂസും ഉണ്ട്. അതിനകത്തിൽ കമന്റും ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് 4 റേറ്റിംഗ്. ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ 4 റേറ്റിംഗ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 200 പേരിൻ്റെ അടുത്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ, ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച ആൾക്കാർ ഇതിന്റെ ഒരു റിവ്യൂ കാര്യങ്ങൾ അല്ലെങ്കിൽ പിക്ചർ കാര്യങ്ങൾ ഈ ഒരു സാധനത്തിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഒരു പ്രോഡക്റ്റ് ഒറിജിനൽ പിക്ക് എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ
ഇതിനകത്തിൽ ഇവർ കാറ്റലോഗിനകത്ത് കൊടുക്കുന്ന പിക്ക് എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്ത പിക്കുകളായിരിക്കും. അപ്പോൾ ഈ ഒരു മേടിച്ച കസ്റ്റമർ ഇതിനകത്തിൽ ഇടുന്ന പിക്ക് എന്ന് പറഞ്ഞാൽ വളരെ അവരുടെ ഫോണിലെടുത്ത് ഒറിജിനൽ പിക്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ റീസെൽ ചെയ്യുമ്പോൾ അതിന്റെ കസ്റ്റമർ നിങ്ങളോട് ഒറിജിനൽ പിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് കസ്റ്റമറിന് അയക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ഒരു കൂടുതൽ വിശ്വാസമാകും നിങ്ങളുടെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പുവർ റേറ്റിംഗ്, അതായത് 16 പേര് പുവർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അത് അവർ ചെയ്യാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ പേര് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പേര് റേറ്റ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഈ 16 പേര് പുവർ റേറ്റിംഗ് കൊടുക്കാനായിട്ട് കാര്യം ചിലപ്പം ഇവർ അയച്ച കൂട്ടത്തിൽ പ്രോഡക്റ്റിന്റെ കളർ ചേഞ്ച് ആയി കാണും. അങ്ങനെ ചില ഇഷ്യൂസ്, ചിലർക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചില ഇഷ്യൂസ് ഒക്കെ കാരണമായിരിക്കും റേറ്റിംഗ് കുറഞ്ഞത്. അപ്പോൾ എന്നാലും നിങ്ങൾ മെജോറിറ്റി റേറ്റിംഗ് നോക്കുക. പിന്നെ പിക്ചർ ഉള്ള പ്രോഡക്ട്സ് നോക്കിയെടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് പ്രോഡക്റ്റിന്റെ പിക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെയുള്ള പ്രോഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു മാർക്കറ്റ് പ്ലേസിലോ, ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഒരു പ്രോഡക്റ്റ് റീസെൽ ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ഉത്തരം പറയാനായിട്ട് പ്രാപ്തരായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നിങ്ങൾ ഒരു ഫേക്ക് ആണ്. പ്രത്യേകം നിങ്ങളുടെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് 7 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാം എന്നുള്ള നല്ല നല്ല ഫീച്ചറുകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ക്യാൻവാസ് ചെയ്ത് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ബാക്കി പവർ നിങ്ങളുടെയാണ്, ക്യാൻവാസിങ് പവർ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. റേറ്റിംഗ് നോക്കുക, പ്രോഡക്റ്റിന്റെ പിക്ചേഴ്സ് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. കാത്തിരിക്കുക. ബൈ.